ഖജനാവ് കാലിയാണെന്ന് നാട്ടുകാർക്കെല്ലാം അറിയാം. പക്ഷേ നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് മാത്രം അതിപ്പോഴും ഒരു അത്ഭുത വിളക്കാണ്. ഒരു വശത്ത് കയ്യിൽ ചില്ലിക്കാശില്ലാതെ ന്യൂ നോർമൽ എന്നും പറഞ്ഞ് ആകാശക്കൊട്ടകൾ പണിയുന്ന ഒരു ഭരണപക്ഷം, മറുവശത്ത് ജനവധി വരും മുൻപേ മുഖ്യമന്ത്രിയുടെ കുപ്പായം തുന്നി അടുത്ത ബജറ്റ് ഞങ്ങളുടേതാണെന്ന് ജ്യോതിഷം പറയുന്ന ഒരു പ്രതിപക്ഷം. സത്യത്തിൽ കേരളം ഇന്നൊരു വിചിത്രമായ അവസ്ഥയിലാണ്. ഭരിക്കുന്നവർക്ക് ജനങ്ങളെ എങ്ങനെ പറ്റിക്കാം എന്നതിലാണ് ഗവേഷണം. എന്നാൽ എതിർക്കുന്നവർക്കോ ആ പതനം ആഘോഷിച്ച് എങ്ങനെ കസേരയിൽ കയറാം എന്നതിലാണ് ശ്രദ്ധ. പാവം സാധാരണക്കാരൻ പെൻഷനും ശമ്പളവും കിട്ടാതെ നട്ടം തിരിയുമ്പോൾ ഇവിടെ നടക്കുന്നത് വെറും അക്കങ്ങൾ കൊണ്ടുള്ള അഭ്യാസങ്ങളും വാക്കുകൾ കൊണ്ടുള്ള ഗുസ്തിയുമാണ്. ഭരണപക്ഷത്തിന്റെ പിടിപ്പുകേടിനെ പ്രതിപക്ഷത്തിന്റെ അധികാരമോഹം കൊണ്ട് നേരിടുന്ന ഈ രാഷ്ട്രീയ നാടകത്തിന്റെ തിരക്കഥ നമുക്കൊന്ന് പരിശോധിക്കാം. കേരളത്തിന്റെ സാമ്പത്തിക ചരിത്രത്തിൽ ഒരുപക്ഷെ ഏറ്റവും വലിയ പ്രഹസനത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് പണമില്ലാത്ത ഖജനാവ് വെച്ചുകൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് അവകാശപ്പെടുന്ന സർക്കാരും, മറുവശത്ത് അടുത്ത മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ട് ഓരോ വാചകത്തിലും രാഷ്ട്രീയം വിളമ്പുന്ന പ്രതിപക്ഷവും. ഇവർ രണ്ടുപേരും ചേർന്ന് കേരളത്തിലെ സാധാരണക്കാരനെ വട്ടം കറക്കുന്ന കാഴ്ചയാണിത്. കേരളത്തിന്റെ സാമ്പത്തിക ഭൂപടം വരച്ചു കാട്ടേണ്ട ബജറ്റുകൾ ഇന്ന് വെറും രാഷ്ട്രീയ അഭ്യാസങ്ങളായി മാറിയിരിക്കുകയാണ്. ഭരണപക്ഷം നവകേരളം എന്ന വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ സ്വപ്നങ്ങൾ വിൽക്കുമ്പോൾ പ്രതിപക്ഷം അത് അടുത്ത തവണ ഞങ്ങൾ വന്ന് ശരിയാക്കാമെന്ന വാഗ്ദാനം നൽകി തള്ളി കളയുകയാണ്. എന്നാൽ ഈ രണ്ട് വാദങ്ങൾക്കുമിടയിൽ കേരളത്തിലെ സാധാരണക്കാരന്റെ ജീവിതം കൂടുതൽ ദുസ്സഹമാവുന്നു എന്നതാണ് യാഥാർത്ഥ്യം. സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ച ബജറ്റിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം പ്ലാൻ ഫണ്ട് വിനിയോഗത്തിലാണ്. പദ്ധതി വിഹിതത്തിന്റെ വെറും 38% മാത്രം ചെലവഴിച്ച് ബാക്കി തുക പാഴാക്കുന്ന ഒരു സർക്കാർ എങ്ങനെയാണ് പുതിയ വികസന പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് അവകാശപ്പെടുന്നത്? കഴിഞ്ഞ കുറെ മാസങ്ങളായി ട്രഷറിയിൽ 10 ലക്ഷം രൂപയിൽ കൂടുതൽ മാറാൻ കഴിയാത്തത്ര കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുകയാണ്. ഈ യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ടാണ് ആയിരക്കണക്കിന് കോടികളുടെ പുതിയ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ നിറയുന്നത്. പണമില്ലാത്ത ഖജനാവ് വെച്ചുകൊണ്ട് ആകാശക്കൊട്ടകൾ പണിയുന്നതിനെ ന്യൂ നോർമൽ എന്ന് വിശേഷിപ്പിക്കുന്നത് ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കുമെന്ന് വാഗ്ദാനം നൽകി അധികാരത്തിൽ വന്നവർ നിലവിലുള്ള തുച്ഛമായ തുക പോലും മാസങ്ങളോളം കുടിശ്ശിക വരുത്തുകയാണ്. പാവപ്പെട്ടവന്റെ അടുക്കളയിൽ പുകയുന്നത് ഈ പെൻഷൻ കൊണ്ടാണെന്ന തിരിച്ചറിവ് സർക്കാരിനില്ലാതെ പോകുകയാണ്. സപ്ലൈകോ വഴി വില നിയന്ത്രിക്കുമെന്ന് പറയുമ്പോഴും വിപണിയിൽ സാധാരണക്കാരൻ നട്ടം തിരിയുകയാണ്. ഇത്തരം അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ വലിയ വികസന മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നതിൽ എന്ത് പ്രസക്തിയാണുള്ളത്? സർക്കാരിന്റെ കാലാവധി തീരാറായ വേളയിൽ ശമ്പള കമ്മീഷനെ പ്രഖ്യാപിക്കുന്നത് രാഷ്ട്രീയമായ ഒരു തന്ത്രം മാത്രമാണ്. നിലവിൽ 1 ലക്ഷം കോടി രൂപയോളം DA കുടിശ്ശികയായി നൽകാനുണ്ട്. ഈ ബാധ്യതകളൊന്നും തീർക്കാതെ പുതിയ കമ്മീഷനെ നിയമിക്കുന്നത് വരാനിരിക്കുന്ന സർക്കാരിന്റെ തലയിൽ വലിയൊരു സാമ്പത്തിക ബാധ്യത കെട്ടിവെക്കാനുള്ള നീക്കം തന്നെയാണ്. DA നൽകുന്നതിലും ശമ്പള പരിഷ്കരണത്തിലും കാണിക്കുന്ന ഈ താമസം സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും വഞ്ചിക്കുന്നതിന് തുല്യമാണ്. വന്യജീവി ശല്യം രൂക്ഷമായ മലയോര മേഖലകളിൽ ജനങ്ങൾ ഭീതിയോടെ കഴിയുമ്പോൾ അവർക്കായി നീക്കിവെച്ച ഫണ്ട് പോലും കൃത്യമായി വിനിയോഗിക്കുന്നില്ല. കൃഷി, ആരോഗ്യം, പട്ടികജാതി പട്ടികവർഗ ക്ഷേമം തുടങ്ങിയ മേഖലകളിലൊക്കെ വലിയ തുകകൾ വെട്ടിക്കുറയ്ക്കപ്പെടുകയാണ്. ലൈഫ് മിഷൻ വഴി വീട് ലഭിക്കേണ്ടവർ ഇപ്പോഴും കാത്തിരിപ്പിലാണ്. GST പിരിച്ചെടുക്കുന്നതിലെ പോരായ്മകൾ മൂലം വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയാത്ത സർക്കാർ എല്ലാ പരാജയങ്ങൾക്കും കേന്ദ്രത്തെ പഴി പറഞ്ഞ് രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത്. കേരള ബജറ്റിനോടുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണങ്ങൾ കേട്ടാൽ തോന്നും അദ്ദേഹം ഇപ്പോൾ തന്നെ ക്ലിപ്പ് ഹൗസിൽ താമസം തുടങ്ങിയെന്ന്. സർക്കാരിനെ വിമർശിക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ സതീശൻ സാറിന്റെ ഇപ്പോഴത്തെ ലൈൻ ഇത്തിരി കടുപ്പമാണ്. സതീശന്റെ ഏറ്റവും വലിയ തമാശ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം തന്നെയാണ്. അടുത്ത ബജറ്റ് UDF അവതരിപ്പിക്കും, അതായിരിക്കും യഥാർത്ഥ ബജറ്റ് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയാണ്. വോട്ട് ചെയ്യാൻ പോകുന്ന ജനങ്ങളോട് ചോദിക്കാതെ തന്നെ അദ്ദേഹം വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കയ്യിലിരിക്കുന്ന അധികാരം പോകാതിരിക്കാൻ നെട്ടോട്ടമോടുന്ന പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് പോര് തീർക്കാൻ കഴിയാത്ത ആളാണ് കേരളം മുഴുവൻ പിടിച്ചടുക്കി അടുത്ത ബജറ്റ് എഴുതാൻ പേനയും പിടിച്ച് കാത്തിരിക്കുന്നത്. ശമ്പള കമ്മീഷനെ വെക്കുന്നത് അടുത്ത സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാനാണെന്നാണ് അദ്ദേഹത്തിന്റെ പരാതി. സതീശൻ സാറി, സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കുന്നത് ഒരു ബാധ്യതയാണോ? താങ്കൾ അധികാരത്തിൽ വന്നാൽ ശമ്പള കമ്മീഷനെ പിരിച്ചുവിടുമോ അതോ ശമ്പളം കൂട്ടാതിരിക്കുമോ?
ജീവനക്കാരുടെ ആനുകൂല്യങ്ങളെ കെട്ടിവെക്കുന്ന ബാധ്യത എന്ന് വിളിക്കുന്നതിലൂടെ കോൺഗ്രസിന്റെ ഉള്ളിലിരിപ്പ് അദ്ദേഹം പുറത്തുവിട്ടിരിക്കുകയാണ്. ശമ്പളം കൊടുക്കാൻ പണമില്ലാത്ത UDF കാലം കേരളം മറന്നിട്ടില്ലെന്ന് അദ്ദേഹം ഓർക്കുന്നത് നല്ലതാണ്. എല്ലാം തട്ടിപ്പാണെന്ന് പറയുന്ന സതീശൻ താൻ വരുമ്പോൾ എന്ത് അത്ഭുതമാണ് കാണിക്കുക എന്ന് മാത്രം പറയുന്നില്ല. UDF കാലത്തെ ബാർ കോഴയും സോളാറും ഒക്കെ പോലെ മറ്റൊരു അത്ഭുതമാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഭരണപക്ഷത്തിന്റെ ഏറ്റവും വലിയ കഴിവ് എന്താണെന്ന് അറിയാമോ? പണമില്ലെങ്കിലും അത് പബ്ലിസിറ്റി കൊണ്ട് മറച്ചു പിടിക്കാൻ അവർക്ക് നന്നായി അറിയാം. ബജറ്റിൽ ജനങ്ങൾക്ക് കൊടുക്കാൻ പണമില്ലെങ്കിലും കേരളം ഒന്നാമതെന്ന് കാണിക്കാൻ പത്രങ്ങളിൽ ഫുൾ പേജ് പരസ്യം നൽകാൻ സർക്കാരിന് മടിയില്ല. ഈ പരസ്യങ്ങൾ കാണുമ്പോൾ വിദേശത്തുള്ളവർ വിചാരിക്കും നമ്മൾ അറബ് രാജ്യങ്ങളെ പോലെ സമ്പന്നരാണെന്ന്. പക്ഷേ ശമ്പളം കൊടുക്കാൻ ട്രഷറിയിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒന്നും തന്നെയില്ല. പിണറായി സർക്കാരിന്റെ ഈ ബ്രാൻഡിംഗ് രാഷ്ട്രീയത്തെ സതീശൻ വിമർശിക്കുമ്പോൾ നമുക്ക് ചിരിയാണ് വരുന്നത്. കാരണം സതീശന്റെ പാർട്ടിയും അധികാരത്തിലിരുന്നപ്പോൾ പരസ്യങ്ങൾ കുറച്ചിരുന്നില്ല. രണ്ടു കൂട്ടർക്കും വേണ്ടത് ജനങ്ങളുടെ പണം ഉപയോഗിച്ചുള്ള സ്വന്തം മുഖമിനുക്കൽ മാത്രമാണ്. VD സതീശൻ സാറിനെ ഒന്ന് നോക്കൂ. അദ്ദേഹം ഒരു ഡിജിറ്റൽ പ്രതിപക്ഷ നേതാവാണ്. രാവിലെ ഒരു പത്രസമ്മേളനം, വൈകുന്നേരം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതാണ് സതീശന്റെ പോരാട്ടം. നിയമസഭയിൽ മന്ത്രിമാർ കണക്കുകൾ നിരത്തുമ്പോൾ സതീശൻ സാർ അവിടെ ഗർജിക്കും. പക്ഷേ പുറത്തിറങ്ങിയാൽ ഈ ഊർജം കാണില്ല. ഞാൻ വരുമ്പോൾ ശരിയാക്കാമെന്ന് പറയുന്നതല്ലാതെ ഇപ്പോൾ പട്ടിണി കിടക്കുന്ന കർഷകർക്ക് വേണ്ടി സർക്കാരിനെ കൊണ്ട് പണം അനുവദിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. സർക്കാരിന്റെ പരാജയങ്ങൾ തന്റെ വിജയമായി കാണുന്ന ഒരുതരം നെഗറ്റീവ് പൊളിറ്റിക്സ് ആണ് സതീശൻ പയറ്റുന്നത്. ജനങ്ങളുടെ കണ്ണീരൊപ്പുന്നതിനേക്കാൾ സർക്കാരിനെ ട്രോളുന്നതിനാണ് അദ്ദേഹത്തിന് താല്പര്യം. ചുരുക്കത്തിൽ ഈ ബജറ്റ് ചർച്ചകൾ അവസാനിക്കുമ്പോൾ തെളിയുന്ന ചിത്രം വളരെ വ്യക്തമാണ്. കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സാമ്പത്തികം മാത്രമല്ല, മറിച്ച് ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അഭാവം കൂടിയാണ്. ഒരു വശത്ത് യാഥാർത്ഥ്യ ബോധമില്ലാത്ത പദ്ധതികൾ പ്രഖ്യാപിച്ച് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഭരണപക്ഷം, മറുവശത്ത് ഭരണപക്ഷത്തിന്റെ വീഴ്ചകളിൽ ആഹ്ലാദിച്ച് ബദൽ മാർഗങ്ങൾ നിർദ്ദേശിക്കാതെ അധികാരം പിടിച്ചെടുക്കാൻ വട്ടം കൂട്ടുന്ന പ്രതിപക്ഷം. ഈ രണ്ടു കൂട്ടർക്കുമിടയിൽ ഞെരുങ്ങുന്നത് സാധാരണക്കാരന്റെ ജീവിതമാണ്. ക്ഷേമ പെൻഷനായി കാത്തിരിക്കുന്ന വൃദ്ധരും, നെല്ല് സംഭരണത്തിന്റെ പണം കിട്ടാത്ത കർഷകരും, ശമ്പള വർധനവ് സ്വപ്നം കാണുന്ന സർക്കാർ ജീവനക്കാരും ഇവരുടെ രാഷ്ട്രീയ കളിക്കളത്തിലെ വെറും കരുക്കൾ മാത്രമായി മാറുകയാണ്. പ്രസംഗങ്ങളിലൂടെയും പരസ്യങ്ങളിലൂടെയും പടുത്തുയർത്തുന്ന വികസന മാതൃകകൾക്ക് പണത്തിന്റെ പിൻബലമില്ലെങ്കിൽ അത് വെറും കടലാസ് കൊട്ടാരങ്ങൾ മാത്രമാണ്. വിമർശനം എന്നത് ഒരു കലയല്ല, അതൊരു ഉത്തരവാദിത്തമാണ്. അധികാരം സ്വപ്നം കാണുന്നതിന് മുമ്പ് തകർന്നടിഞ്ഞ ഈ സാമ്പത്തിക വ്യവസ്ഥയെ കെട്ടിപ്പടുക്കാൻ എന്ത് കർമ്മ പദ്ധതിയാണ് നിങ്ങളുടെ പക്കലുള്ളത്? വെറും വാചക കസർത്ത് കൊണ്ട് ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാമെന്നത് അമിത മോഹമാണ്. അവസാനമായി കേരളം ഇന്ന് ആവശ്യപ്പെടുന്നത് പരസ്പരം ചെളിവാരിയെറിയുന്ന രാഷ്ട്രീയക്കാരെയല്ല, മറിച്ച് തകർന്നുകൊണ്ടിരിക്കുന്ന കേരളത്തെ കൈപിടിച്ചുയർത്താൻ ശേഷിയുള്ള കാഴ്ചപ്പാടുകളെയാണ്. ഭരണപക്ഷത്തിന്റെ മാജിക്കും പ്രതിപക്ഷത്തിന്റെ ജോത്സ്യവും കൊണ്ട് പട്ടിണി മാറില്ല. അക്കങ്ങളിലെ കള്ളക്കളികൾ അവസാനിപ്പിച്ച് സാധാരണക്കാരന്റെ വയറ്റത്തടിക്കാത്ത യഥാർത്ഥ വികസനത്തിനായി ഈ രാഷ്ട്രീയ നാടകങ്ങൾ എന്ന് അവസാനിക്കുമെന്ന ചോദ്യം മാത്രമാണ് ഇന്ന് ജനങ്ങൾ ബാക്കി വെക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.